Okay students, അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HCF and LCM. എന്താണ് HCF, എന്താണ് LCM എന്നുള്ളതാണ്. ഓക്കേ, സോ എന്താണ് HCF എന്ന് പറഞ്ഞാൽ? HCF is highest common factor. Okay, highest common factor നെയാണ് നമ്മൾ HCF എന്ന് പറയാം. Okay, then what is LCM? LCM which is equal to least common multiple. So least common multiple നെയാണ് നമ്മൾ LCM എന്ന് പറയാം. HCF എന്ന് പറഞ്ഞാൽ highest common factor. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഫൈൻഡ് HCF ആൻഡ് LCM ഓഫ് 6 and 20. 6ന്റെയും 20ന്റെയും HCFും LCMും നമുക്ക് കാണണം. സോ നമ്മൾ എങ്ങനെ HCFും LCMും കാണാം? 6ന്റെയും 20ന്റെയും. ഓക്കെ, സോ ഫസ്റ്റ് 6 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 6 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, then 3 1. സോ 6നെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാൻ പറ്റും? 2 into 3. ഓക്കെ, നമുക്ക് 6നെ 2 into 3 ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്താ ഉള്ളത്? 20. സോ 20നെ നമ്മൾ എങ്ങനെ എഴുതും? 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. സോ 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പം 1. സോ 20 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20 is equal to 2 into 5. Okay, that means എത്ര 2 ഉണ്ട് ഇവിടെ? 2 ഉണ്ട്. സോ 2 സ്ക്വയറിന് എഴുതാൻ പറ്റും into 5. But our question is we want to find HCF and LCM. HCFും LCMും കാണാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 6 എന്ന് പറഞ്ഞാൽ 2 into 3 ആണ് കിട്ടി. 20 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ into 5 ആണ് കിട്ടി. സോ നമ്മൾ HCF എങ്ങനെ കാണും? HCF ഓഫ് 6 and 20. 6ന്റെയും 20ന്റെയും HCF എന്താ? നമ്മൾ നോക്കാം. ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഏതാ? രണ്ടിലും 2 ഉണ്ട് അല്ലേ? ഇവിടെ 2 സ്ക്വയർ ആണ്. 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 raised to 1 ആണ്. സോ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 ആണ്. അപ്പൊ നമ്മൾ 2 നോക്കാം. ഇനി ഇതിൽ കുറച്ച് പവറില് സ്മോൾ പവർ 2 raised to 2 ആണോ 2 raised to 1 ആണോ? ഇതിന്റെ പവർ നോക്കുക. ഇതില് 2 ആണ്, ഇവിടെ 2ന്റെ പവർ, ഇവിടെ 1 ആണ്. അപ്പൊ നമ്മള് ചെറിയ പവർ ഉള്ളതാണ് HCF ആക്കിയിട്ട് എഴുതാം. സോ 2 raised to 1, that is 2. So HCF of 6 and 20 is 2. Then what about LCM? LCM of 6 and 20. സോ നമുക്ക് 6ന്റെയും 20ന്റെയും LCM കാണണം. അപ്പൊ നമ്മൾ എങ്ങനെ കാണും LCM? അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യും. ഓക്കെ, സോ കോമൺ ഫാക്ടേഴ്സിൽ ഏതിനാണ് കൂടുതൽ പവർ ഉള്ളത് നോക്കും. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ ഇതിൽ ഏതിനാണ് കൂടുതൽ പവർ ഉള്ളത്? ഇതിനാണ് അല്ലെ, 2 സ്ക്വയർ. സോ കൂടുതൽ പവർ ഉള്ളത് ഏതും 2 സ്ക്വയർ ഇൻറ്റു, പിന്നെ ഏത് നമ്പർ അവിടെ ഉള്ളത്? 3 ആണ് ഉള്ളത്. 3ന് 3 raised to 1 അത് മാത്രമേ ഉള്ളൂ. വേറെ ഇതിൽ 20ന്റെയിൽ 3 ഇല്ല. അപ്പൊ നമ്മൾ ആ 3യും എഴുതും ഇൻറ്റു, പിന്നെ ഏത് നമ്പറാ ഉള്ളത്? ഇവിടെ ഒരു 5 ഉണ്ട്. അതിൽ 5 raised to 1, ദാറ്റ് മീൻസ് വേറെ 5 ഒന്നുമില്ല, ഒരു 5. സോ 5. സോ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 into 3 into 5. 4 into 3 is 12 into 5, which is equal to 60. Okay, so LCM of 6 and 20 is 60. HCF of 6 and 20 is 2. ഓക്കെ, ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടിയത് ഇവിടെ എഴുതാം. എന്നിട്ട് അതിൽ കോമൺ ആയിട്ടുള്ളത് നോക്കുക. കോമൺ ആയിട്ടുള്ളതിൽ പവർ കുറവുള്ളതായിരിക്കും HCF, പവർ കൂടുതലുള്ളതും പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് LCM കിട്ടും. ഓക്കെ, this HCF of 6 and 20 is 2. We already find that HCF of 6 and 20 is 2. Okay,
So product of the smallest power of each common prime factor in the number. That means നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ, നമുക്ക് കോമൺ പ്രൈം ഫാക്ടറിൽ ഏറ്റവും സ്മോളസ്റ്റ് പവർ ഉള്ളതിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ത് വരിക, HCF. പിന്നെ LCM ഓഫ് 6 and 20 എന്താ, 2 square into 3 into 5. That is 60. Product of the greatest power of each prime factor involved in the numbers. Greatest power ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും LCM. So കൺഫ്യൂഷൻ ആയത്, പക്ഷെ ഇവിടെ നമ്മൾ ഫുൾ ഫോം ഹയസ്റ്റ് കോമൺ ഫാക്ടറും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ആണ്. പക്ഷെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണാൻ നമ്മൾ സ്മോളസ്റ്റ് പവർ ആണ് എടുക്കുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കാൻ നമ്മൾ ഗ്രേറ്റസ്റ്റ് പവർ ആണ് എടുക്കുക. ഓക്കെ, സോ ഇതാണ് HCFും LCMും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് HCF ആൻഡ് LCM ഓഫ് 12, 15, 21. 12ന്റെയും 15ന്റെയും 21ന്റെയും HCFും LCMും നോക്കാം. ഓക്കെ, സോ 12 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം 12 എന്താ ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ. സോ 6. Again we can divide it by 2. Then 3 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോ 3നെ നമുക്ക് 3, 1. സോ നമുക്ക് 12നെ എങ്ങനെ എഴുതാൻ പറ്റും, 12 is equal to 2 into 3. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ 15 ആണ്. സോ 15നെ നമുക്കറിയാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 5 3s are 15. 5 നമുക്ക് 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ 1. സോ നമുക്ക് 15 എങ്ങനെ എഴുതാൻ പറ്റും, 15 is equal to 3 into 5. ഓക്കെ, ഇനി നമുക്ക് ഉള്ള നമ്പർ 21 ആണ്. ഇനി 21നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. സോ 21 നമുക്കറിയാം ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ. സോ ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ, 3. സോ 7 3s are 21. Then 7നെ നമുക്ക് 7 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ദിസ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ നോട്ട് സോറി, ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. 7 എന്താണ്, ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ ആയതുകൊണ്ട് വേറൊരു ഫാക്ടർ ഉണ്ടായിരിക്കൂല. ഓക്കെ, 1ഉം ആ നമ്പർ ഇറ്റ്സെൽഫ് ആയിരിക്കും പ്രൈം നമ്പർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ 1 7s are 7. സോ 7നെ നമുക്ക് 7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, so 21 is equal to 3 into 7. Okay, but our question is we want to find HCF and LCM. HCFും LCMും ആണ് കാണേണ്ടത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു HCF എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കോമൺ ഉള്ളത് നോക്കുക, കോമൺ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ പവർ. ഓക്കെ, ഇതിനെ നമുക്ക് 2 square into 3 എന്ന് എഴുതാൻ പറ്റും, കാരണം 2 2 ഉണ്ട്, 2 into 2. ഇത് 3 into 5 തന്നെയാണ്, ഇത് 3 into 7 തന്നെയാണ്. അപ്പൊ ഇതിൽ കോമൺ ഉള്ള നമ്പർ ഏതാ, ഇതിൽ 3 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് HCF is equal to 3. HCF ഓഫ് 12, 15, 21 is 3. ഇതിന്റെ HCF 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് LCM കാണണം. സോ വാട്ട് ഈസ് LCM? സോ LCM കാണാൻ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ഒരേപോലത്തെ കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹയസ്റ്റ് പവർ അല്ലേ. ഓക്കെ, സോ നമുക്ക് ഇവിടെ 2 ഉണ്ട്, 2 ഇവിടെ ഉള്ളത്. സോ 2 square എടുക്കുക, 2 square into then നമുക്ക് 3 ഉണ്ട് into 5 into 7. ഇത്രയാണ് ഉള്ളത്. ഓക്കെ, 2 square into 3 into 5 into 7. So we know that 2 square is 4. 4 into 3 into 5 into 7. So we know that 4 3s are 12. 12 into 5, 60. Then what is 60 into 7? 4 3s are 12. 12 into 5 is 60. Then what is 60 into 7? 420. അല്ലേ, 420. So LCM of 12, 15, 21 is 420. Okay, so HCF is 3 and LCM is 420. Okay, so ഇതാണ്
12ന്റെയും 15ന്റെയും 21 ഇങ്ങനെയാണ് നമ്മൾ HCFും LCMും കാണാം. ഓക്കെ, then next, for any two positive integers a and b, HCF of AB into LCM of AB is equal to a into b. നമുക്ക് HCFും LCMും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി, എയും ബിയും നമ്മളെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിന്റെ HCFും അതിന്റെ LCMും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ നമ്മൾ 6ഉം 20യും എടുത്തു അല്ലെ, 6ഉം 20യും. സോ 6 നമുക്ക് 2 into 3 എന്ന് കിട്ടി, 20 നമുക്ക് എന്ത് കിട്ടി, 2 square into 5. സോ HCFും LCMും നമ്മൾ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ HCF into LCM എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയും ബിയും ആണ് നമ്മൾ എടുക്കുന്ന രണ്ട് നമ്പേഴ്സ് എങ്കിൽ അതിന്റെ HCFും LCMും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ രണ്ട് നമ്പറിന്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആവുമെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ഇവിടെ എടുക്കുന്ന നമ്പർ 6ഉം 20യും. സോ 6ഉം 20ന്റെയും HCF എന്താ 2 into LCM എന്താ 60. സോ 2 into 60 എന്താ 120. then what is a into b? a into b എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞ നമ്പറും b എന്ന് പറഞ്ഞ നമ്പറും 6ഉം 20യും, that is 6 into 20 which is also equal to 120. സോ അതാണ് പറയുന്നത്. എയും ബിയും രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിന്റെ HCFും LCMും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് HCFും LCMും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിട്ട് കിട്ടി. ഓക്കെ, രണ്ട് 120 കിട്ടി. സോ HCFും LCMും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 6ഉം 20ന്റെയും കേസിൽ HCF of AB into LCM of AB is equal to A by B. Okay, then moving to a question. Given that HCF 306, 657, 306ന്റെയും 657ന്റെയും HCF തന്നിട്ടുണ്ട് 9 ആണ്. We want to find the LCM of 306 and 657. ഇതിന്റെ LCM കാണാനാണ്. We already know that HCF of 306, 657 into LCM of 306 into 657 is equal to എന്താ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ we know that A into B ആയിരിക്കും. that is 306 into 657. okay, സോ HCFും LCMും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കുമാണ് നമ്മൾ നേരത്തെ മുൻപുള്ള സെക്ഷനിൽ പഠിച്ചത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് HCF 9 തന്നിട്ടുണ്ട്, നമുക്ക് LCM ആണ് കാണേണ്ടത്. സോ നമുക്ക് എന്താണോ കാണാനുള്ളത് അത് നമ്മൾ ഇവിടെ വെക്കുക. LCM ഓഫ് 306, 657 ഈക്വൽസ് 306 into 657. ഈ HCF ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആവും അല്ലെ. സോ ഇതെന്തിന് ഈക്വൽ ആണ്, HCF എന്തിന് ഈക്വൽ ആണ്, 9 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ 9 എഴുതാം. ഓക്കെ, സോ LCM കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ HCF ചെയ്താൽ മതി. സോ 306ഉം 657ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 306 into 657. ഓക്കെ, സോ 6 7s are 42. Then 0 into 7, 0. Then this 4. Then 3 7s are 21. Okay. Then 6 are 5 into 6. 0, 3. Okay. 5 into 0, 0, 3. Then 5 3s are 15. Okay. Then 6 6 are 36. 3 here, then 6 into 0, 0, then this 3.
Okay, then 6 3s are 18. When we add this 2, 4, 10, 11, 0, 2. So 201042. So 306 into 657 is 201042 divided by 9. We want to divide this answer by 9. Okay, so 201042 divided by 9. So 2 9s are 18. Then remaining 2. 20 minus 18 is 2. Then 1. Again 2 9s are 18. Okay, then 3. Then this 0. So 30. So 3 into 9. 27. Again 3. Then this 4. Again 3 9s are 27. So 7. Then this 2. 72. So 72. So how 9ന്റെ multiple എത്രയാണ് 72 വരുന്നത് നോക്കുക. We know that 9, 18, 27, 36, 45, 54, 63, 72. 1, 2, 3, 4, 5, 6, 7, 8. So 8 9s are 72. Okay, so our answer is 2, 2, 3, 3, 8. That is 22,338. So നമ്മളെ നമ്മുടെ ക്വസ്റ്റ്യന് LCM കാണാനായിരുന്നു. സോ വി ഫൈൻഡ് ദ LCM ആൻഡ് അവർ LCM ഈസ് ഈക്വൽ ടു 22,338. LCM ഓഫ് 306 ആൻഡ് 657 ഈസ് 22,338. ഇവിടെ നമുക്ക് ഓൾറെഡി HCF തന്നിട്ടുണ്ടായിരുന്നു. വി വാണ്ട് ടു ഫൈൻഡ് LCM. സോ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തത്. HCF ഇൻറ്റു LCM എന്ന് പറഞ്ഞാൽ A ഇൻറ്റു B ആണ്. സോ നമുക്ക് എന്താണോ കാണാനുള്ളത് അത് നമ്മൾ ഈ സൈഡിൽ വെച്ചു. LCM ഈസ് ഈക്വൽ ടു എന്താണ് A ഇൻറ്റു B ഡിവൈഡഡ് ബൈ HCF. സോ A ഇൻറ്റു B ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. അതേ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 22,338 ഈസ് ദ LCM ഓഫ് 306 ആൻഡ് 657. ഓക്കെ.